ഓസിലേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓസിലേറ്റർ വേണമെങ്കിൽ DC-to-AC കൺവേർഷൻ എന്ന് പറയാം. അതിന് ആംപ്ലിഫയർ വിത്തൗട്ട് ആൻ ഇൻപുട്ട്, ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഒരു ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കണ്ടീഷൻസാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, ദ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 360 ഡിഗ്രി, ഫീഡ്ബാക്ക് ഫാക്ടർ A ബീറ്റ ഈസ് ഈക്വൽ ടു യൂണിറ്റി. ദിസ് എ ബാർകോഷൻ ക്രൈറ്റീരിയൻ. ഇതിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ഒരു ബേസിക് ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് സർക്യൂട്ട്, ഏറ്റവും സിമ്പിൾ ബേസിക് സർക്യൂട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ സർക്യൂട്ടിൽ പൊതുവെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സർക്യൂട്ടിന് നമ്മൾ ട്യൂൺഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. നമ്മൾ AC ത്രൂ ഇൻഡക്ടർ, AC ത്രൂ കപ്പാസിറ്റർ, അങ്ങനെ AC സർക്യൂട്ട്സ് പഠിച്ചപ്പോൾ സീരീസ് ആയിട്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും എല്ലും സിയും സീരീസ് ആയിട്ടുള്ള സർക്യൂട്ടും എല്ലും സിയും പാരലായിട്ട് പാരലൽ LC സർക്യൂട്ട്, സീരീസ് LC സർക്യൂട്ട്സ് ഒക്കെ പഠിച്ചാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സർക്യൂട്ടാണ് ട്യൂൺഡ് സർക്യൂട്ട് അഥവാ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ഉൾപ്പെടുന്ന സർക്യൂട്ട്. അപ്പോൾ ഇൻഡക്ടറിനെ സംബന്ധിച്ച് AC-ക്ക് കൊടുക്കുന്ന ഓപ്പോസിഷൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL, കപ്പാസിറ്റർ AC-ക്ക് കൊടുക്കുന്ന റിയാക്ഷൻ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ഷൻ XC. XL is equal to 2πfL, XC is equal to 1/2πfC. അപ്പോൾ ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും നമ്മളൊരു പാരലൽ ഓർ സീരീസ് ആയിട്ടുള്ള കണക്ഷൻ ആ നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇൻപുട്ട് സിഗ്നലിന് കപ്പാസിറ്ററും ഒരു ഓപ്പോസിഷൻ കൊടുക്കും, ഇൻഡക്ടറും ഒരു ഓപ്പോസിഷൻ കൊടുക്കും. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിഷനും XCയും XLും ഈക്വൽ ആവുന്ന ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിയെ നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. റെസൊണൻറ്റ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് FR is equal to 1/2π റൂട്ട് ഓഫ് LC. ഇൻ ദ റൂട്ടാണ് L ഇൻറ്റു C. L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് വാല്യൂ ഇൻ ഹെൻറി, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂസ് ഇൻ ഫാരഡ്. ഫ്രീക്വൻസി നമ്മൾക്ക് കിട്ടുന്നത് ഹെർട്സിൽ. അപ്പോൾ ഫ്രീക്വൻസി is equal to 1/2π റൂട്ട് LC. അപ്പോൾ ഒരു LC സർക്യൂട്ട്സ് വെച്ചിട്ടുള്ള ഓസിലേറ്റേഴ്സ്, സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The circuit that produces oscillations are known as tank circuit. The frequency of oscillation depend upon the parameters used in the tank circuit. Tank circuitil ഉപയോഗിച്ചിരിക്കുന്ന L and C ഇൻഡക്റ്റൻസിനെയും കപ്പാസിറ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കൊരു ഔട്ട്പുട്ട് ഫ്രീക്വൻസി കിട്ടുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിൽ നമ്മൾ ഇൻഡക്റ്റൻസ് വേരി ചെയ്യുന്ന രീതിയിലോ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്ന രീതിയിലോ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെസൊണൻറ്റ് ഫ്രീക്വൻസികൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഔട്ട്പുട്ടായിട്ട് എടുക്കാൻ പറ്റും. ഒരു സെവറൽ ഹെഡ്സ് മുതൽ സെവറൽ ജിഗാ ഹെഡ്സ് വരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാവുന്ന സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് നമുക്ക് ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈക്വേഷൻ മറക്കണ്ട 1/2π റൂട്ട് LC. അത് ഓരോ സർക്യൂട്ടിലും ഉപയോഗിക്കുന്ന എല്ലിൻ്റെ സിയുടെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ഈ LC വാല്യൂസിൽ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷനിൽ ചെറിയ വ്യത്യാസം വരും. എങ്കിലും ഓൾറെഡി എല്ലാത്തിൻ്റെയും 1/2π റൂട്ട് LC ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിനുസോയിഡൽ സിഗ്നലിൻ്റെ സൈൻ വേവ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി. A circuit that produces electrical oscillations of desired frequency is known as an oscillatory circuit or tank circuit. The circuit arrangement ഇതിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ബേസിക് ഓസിലേറ്ററി സർക്യൂട്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്? ഇതിനകത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഒരു സ്വിച്ചും. ഈ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് ഒരു ബേസിക് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകുന്നത് എന്നാണ്, ഒരു ഓസിലേഷൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇൻഡക്ടർ അതിൻ്റെ കൂടെയുള്ള ഏതൊരു കറണ്ടിനെയും ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യും. ഇൻഡക്ടർ ഓപ്പോസസ് എനി ചേഞ്ചസ് ഇൻ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. കപ്പാസിറ്റർ ആണെങ്കിലും AC-ക്ക് ഒരു ഓപ്പോസിഷൻ കൊടുക്കും. കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ എനർജിയെ സ്റ്റോർ ചെയ്യും, ഇൻഡക്ടർ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എനർജിയെ സ്റ്റോർ ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മളുടെ ഈ ഫിഗർ Aയിൽ നമ്മൾ കാണുന്നത് ഇതെന്താണ്? ഇതൊരു സിമ്പിൾ ഓസിലേറ്ററി സർക്യൂട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ചാർജ്ഡ് കപ്പാസിറ്ററാണ്. നേരത്തെ തന്നെ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ അറിയാമല്ലോ, കപ്പാസിറ്ററിന് നമ്മളൊരു വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് കൊടുത്താൽ പോസിറ്റീവായി കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് പോസിറ്റീവായും നെഗറ്റീവായി കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് നെഗറ്റീവായും കപ്പാസിറ്റർ ആ വോൾട്ടേജ് ചാർജ് ചെയ്യുന്നു. ഒരു ടെമ്പററി ചാർജ് സ്റ്റോറിങ് ഡിവൈസാണ് കപ്പാസിറ്ററുകൾ. അപ്പോൾ ഇതൊരു ചാർജ്ഡ് കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറുമാണ് ഒരു സ്വിച്ച് വഴി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു.
അപ്പോൾ എന്തൊക്കെ പേരുള്ളത്? ടാങ്ക് സർക്യൂട്ട്, LC സർക്യൂട്ട്, ട്യൂൺഡ് സർക്യൂട്ട് എന്നെല്ലാം പറയാം. ആ ഒരു LC സർക്യൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുക. സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ സ്വിച്ച് ഓപ്പൺ ആണ്. അപ്പോൾ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് നോക്കാം. സ്വിച്ച് ക്ലോസ് ചെയ്തപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഓഫ് കോഴ്സ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. കപ്പാസിറ്ററിൻ്റെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. ഏത് വഴി ഡിസ്ചാർജ് ചെയ്യുന്നു? ഇൻഡക്ടർ വഴി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു. ഇൻഡക്ടറിനെ സംബന്ധിച്ച് ഇനിഷ്യലി സ്റ്റേബിളായിരുന്ന ഇൻഡക്ടറിൽ പെട്ടെന്ന് സഡൻലി ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും, അത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആസ് എ ഡ്യൂറിങ് കപ്പാസിറ്റർ ഇൻഡക്ടറിലൂടെ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ലോ ഡിസ്ചാർജിങ് പ്രോസസ്സിലാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുകയും പെട്ടെന്നൊരു ചേഞ്ച് ആദ്യം ഉണ്ടാവുമല്ലോ, ആ ചേഞ്ചിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഡക്ടറിലൊരു ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴും അറിയാലോ ബാക്ക് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാക്ക് EMF ഉണ്ടാവാൻ കാരണമായ സോഴ്സ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പൊളാരിറ്റിയിലായിരിക്കും ഒരു മൈന്യൂട്ട് EMF ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഫിഗർ എ, ഫിഗർ ബിയിൽ ഇത്രയും പ്രോസസ്സാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ, ഞാൻ ഇനിഷ്യലി ചാർജ്ഡ് കപ്പാസിറ്ററിൽ സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. സോ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ത്രൂ ദ ഇൻഡക്ടർ. ഇൻഡക്ടറിൽ എന്ത് ചെയ്യുന്നു? സഡൻലി സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്നും പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചസ് ഇൻഡക്ടറിലൊരു ബാക്ക് EMF ഉണ്ടാകുന്നു. ഇപ്പോൾ കപ്പാസിറ്റർ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡക്ടറിൽ എന്തുണ്ടാകുന്നു? ഒരു ബാക്ക് EMF ഉണ്ടായിരുന്നല്ലോ, ആ ബാക്ക് EMF മുഖാന്തിരം കപ്പാസിറ്റർ വീണ്ടും എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്യുന്നു. ഇപ്പോൾ കപ്പാസിറ്റർ വീണ്ടും അത് ചാർജ് ചെയ്യുന്നു. ആര് കപ്പാസിറ്റർ ചാർജ് ചെയ്യും? ഇൻഡക്ടറിലുണ്ടായ ബാക്ക് EMF കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ചാർജ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ വീണ്ടും പിന്നെ എന്ത് ചെയ്യുന്നു? കപ്പാസിറ്റർ അഗെയിൻ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു ഇൻഡക്ടർ വഴി. അപ്പോൾ ഈ ഒരു 4 ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ്. എന്താ? ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ, അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ എന്താ പറയുക? സെറ്റപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൂസസ് മാഗ്നറ്റിക് എനർജി. അപ്പോൾ ഇൻഡക്ടർ മാഗ്നറ്റിക് എനർജി ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നു, കപ്പാസിറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. കപ്പാസിറ്റർ അതിൻ്റെ ഇലക്ട്രിക് എനർജി ഇൻഡക്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിൻ്റെ ഫലമായി ഈ ഒരു സർക്യൂട്ടിൽ കണ്ടിന്യൂസ് എന്തുണ്ടാവുന്നു? ഒരു ഓസിലേറ്ററി കറൻറ്റ് ഫ്ലോ ഉണ്ടാവുന്നു. അതായത് ആദ്യം ഈ ഡയറക്ഷനിലാണെങ്കിൽ പിന്നെ തിരിച്ച് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു AC സ്വഭാവമുള്ള ഒരു കറൻറ്റ് ഫ്ലോ ഈ സിമ്പിൾ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണൊരു ബേസിക് ഇലക്ട്രോണിക് ഓസിലേഷൻസിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ എന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ആൻഡ് ആൻ ഇൻഡക്ടർ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാൻ വേണ്ടി ഒരു സിമ്പിൾ ബേസിക് ഓസിലേറ്ററി സർക്യൂട്ട്സിൻ്റെ വർക്കിംഗ് എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ സ്വിച്ച് S ഈസ് ക്ലോസ്ഡ്, കപ്പാസിറ്റർ C ഈസ് ചാർജ്ഡ് ടു ദി എക്സ്റ്റേണൽ ബാറ്ററി പൊട്ടൻഷ്യൽ ഇൻ ദ ഡയറക്ഷൻ ഷോൺ. നമ്മളിവിടെ എക്സ്റ്റേണൽ ബാറ്ററി ഒന്നും കാണിച്ചില്ല, ആദ്യമേ തന്നെ ചാർജ്ഡ്. വേണമെങ്കിൽ സ്വിച്ച് നടുക്ക് വെച്ച് അപ്പുറത്ത് ഇൻഡക്ടറും കപ്പാസിറ്ററും ബാറ്ററിയും ഉള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾക്ക് കാണിക്കാവുന്നതാണ്. Capacitor discharges through the inductor, thereby producing a magnetic field around the coil. Now the magnetic field set up around the coil begins to collapse and produces a counter EMF, that is back EMF. The result is that the capacitor is now charged with the opposite polarity. This charging and discharging of capacitor result in alternate motion of electrons and produces oscillations. ഇതാണ് നമ്മൾ ഒരു LC ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ ട്യൂൺഡ് ഓസിലേറ്റേഴ്സ്. അതാണ് അതിൻ്റെ ഒരു ബേസിക് അറേഞ്ച്മെൻ്റ് ആണിത്. അതിലെപ്പോഴും ഇപ്പോൾ എന്തുണ്ടാവും? ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ട്യൂൺഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു LC സർക്യൂട്ട് അവിടെ നിർബന്ധമായും ഉണ്ടാവും. അപ്പോൾ ഒരു ട്യൂൺഡ് ഓസിലേറ്റേഴ്സ് അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈൻ വേവ്, സിനുസോയിഡൽ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2-3 ഓസിലേറ്റേഴ്സ് LC ഓസിലേറ്റേഴ്സാണ്. ഫസ്റ്റ് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ആണ്, ദെൻ LC ഓസിലേറ്റേഴ്സ് ആണ്. ഒരു LC ഇലക്ട്രോണിക് ഓസിലേറ്റർ സർക്യൂട്ടിൽ നിശ്ചയമായിട്ടും എന്തൊക്കെയുണ്ടെന്ന് കണ്ണുമടച്ച് നമുക്ക് പറയാം.
there must be a frequency determining network. അതാണിത്. ഫ്രീക്വൻസി ഇതാണ് നിർണ്ണയിക്കുന്നത്. ഒരു ട്യൂൺഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി സർക്യൂട്ട്, ഒരു ടാങ്ക് സർക്യൂട്ട്, ഒരു LC അറേഞ്ച്മെൻ്റ് ഉണ്ടാവും. ഈ എല്ലിൻ്റെയും സിയുടെയും വാല്യൂ അനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് പറയാം, ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു LC സർക്യൂട്ട് ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഈ ഓസിലേഷൻസ്, ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഓസിലേഷൻസ്, ഇവിടെ ഒരു ഓസിലേറ്ററി കറണ്ട് ഉണ്ടായി എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ ഇത് എത്ര നാളിങ്ങനെ നിൽക്കും, എത്ര നേരം നിൽക്കും എന്ന്? അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ചാർജ് ചെയ്ത കപ്പാസിറ്റർ ഇതുവഴി ഡിസ്ചാർജ് ചെയ്യുന്നു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ബാക്ക് EMF ഉണ്ടാകുന്നു, ആ ബാക്ക് EMFൽ കപ്പാസിറ്റർ വീണ്ടും തിരിച്ച് ചാർജ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കപ്പാസിറ്റർ ചാർജ് സെറ്റപ്പ് ചെയ്ത് വരും, പിന്നെ അതിനുശേഷം വീണ്ടും ഡിസ്ചാർജ് ചെയ്യുന്നു. ഇതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു AC സ്വഭാവത്തിൽ ഒരു കറണ്ട് കിട്ടുമെന്ന് പറയും. ഇതെങ്ങനെയുള്ളതായിരിക്കും, ഡാംപ്ഡ് ഓസിലേഷൻസ് ആയിരിക്കും. ടൈം പോകുന്നതനുസരിച്ച് അവസാനം ഈ ഓസിലേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് പോകും. എന്തുകൊണ്ടാണത്? ഒരുപാട് എനർജി ലോസസ് ഉണ്ടാവില്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് പോവും, ഹീറ്റ് എനർജി ആയിട്ട് പോവും, ഒരുപാട് ഡൈഇലക്ട്രിക് ലോസ്, അങ്ങനെ ഒരുപാട് ലോസസ് ഈ സർക്യൂട്ടിലുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ഒരു വേവ് ഫോം നമുക്ക് നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾക്ക് അവിടെ എന്ത് വേണം, ദെയർ മസ്റ്റ് ബി എ ഫീഡ്ബാക്ക്. അപ്പോൾ ഇതുപോലെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫ്രീക്വൻസി ഡിറ്റർമിനിങ് അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി സർക്യൂട്ട് വേണം. പിന്നെയോ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ളൊരു സെറ്റപ്പും വേണം. അപ്പോൾ ഒരു ആംപ്ലിഫയറും ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും ഒരു LC അറേഞ്ച്മെൻറ്റും ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഓസിലേറ്ററായി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു LC സർക്യൂട്ട്, ടാങ്ക് സർക്യൂട്ട് ഉണ്ട്, ആംപ്ലിഫയർ. ഈ ടാങ്ക് സർക്യൂട്ടിൽ നേരത്തെ സെറ്റപ്പായ ഓസിലേഷൻസ്, ആ ഓസിലേഷൻസ് നമ്മൾ ഒന്നിലേക്കും കൊടുക്കാതിരുന്നാലാണ് ഡിക്കേ ചെയ്തു പോകുന്നത്. ആ ഓസിലേഷൻസ് ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട് ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്ന് വീണ്ടും പോസിറ്റീവ് രീതിയിൽ ബാർക്കോഷൻ ക്രൈറ്റീരിയൻ പാലിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ LC സർക്യൂട്ടിലേക്ക് വീണ്ടും കൊടുത്താൽ ഒരു കണ്ടിന്യൂസ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ അതൊരു ഓസിലേറ്റർ ആവും, ഇലക്ട്രോണിക് ഓസിലേറ്റർ. അതിനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും എല്ലാ ഓസിലേറ്റേഴ്സിൻ്റെയും ഫ്രീക്വൻസി ഡിറ്റർമിനിങ് നെറ്റ്വർക്കിലെ 1/2π√LC അതിൻ്റെ റെസൊണൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഈ ഓസിലേറ്റേഴ്സ് ചാപ്റ്റർ പഠിക്കുന്നതിന് നമുക്ക് റെഫറൻസ് ആയിട്ട് നമ്മളുടെ AC സർക്യൂട്ട്സിൽ നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസിയെ പറ്റി പറഞ്ഞിരിക്കുന്നതൊക്കെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ പറ്റി, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ പറ്റി, റെസൊണൻറ്റ് ഫ്രീക്വൻസിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിലേക്ക് വരുവാണെങ്കിൽ വളരെ ഡീപ്പായിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾക്ക് ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും വന്നിട്ട് നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ആൻ ഇലക്ട്രോണിക് ഓസിലേറ്റർ ഈസ് എ സർക്യൂട്ട് വിച്ച് കൺവേഴ്സ് DC എനർജി ഇൻറ്റു ഡാഷ് എനർജി. ഇത്രയും മനസ്സിലായവർക്ക് ഉത്തരം ഇപ്പം തന്നെ മനസ്സിൽ വരുന്നുണ്ട് എനിക്കറിയാം. ആൻ ഇലക്ട്രോണിക് ഓസിലേറ്റർ ഈസ് എൻ ആംപ്ലിഫയർ വിത്ത് ഡാഷ് ഫീഡ്ബാക്ക്. ഇത്രയുമാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ LC ഓസിലേറ്റേഴ്സിൻ്റെ ഒരു 3 LC ഓസിലേറ്റേഴ്സാണ് നമ്മൾ അതിനകത്ത് ആ വിഭാഗത്തിൽ പഠിക്കുക. ഓരോന്നായിട്ട് നമുക്കത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.